കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. നേതാക്കളെ വെള്ളപൂശി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം. ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കിൽ പണം ഇറക്കിയ ശേഷം ബാക്കി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ 3.56 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ട കേസിലാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ രക്ഷിക്കാനുള്ള ഇഡിയുടെ ഇടപെടൽ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി.ജെ.പി. കൊണ്ടുവന്ന കുഴൽപ്പണമാണ് കൊടകരയിൽ കവർ ചെയ്യപ്പെട്ടതെന്ന പോലീസിന്റെ കണ്ടെത്തൽ കുറ്റപത്രം തള്ളി. ബി.ജെ.പി. നേതാക്കളെ രക്ഷിക്കാനുള്ള കഥകളും വാദങ്ങളും കെട്ടിച്ചമച്ച് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ചൊവ്വാഴ്ചയാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. ഇഡിയും ആദായ നികുതി വകുപ്പും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പിയുടെ നാവായും ഉപകരണമായും മാറുമെന്ന ആരോപണം ശരിവെക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. ബി.ജെ.പി. നേതൃത്വത്തിനും സുരേന്ദ്രനുമെതിരെ വ്യക്തമായ തെളിവുണ്ടായിട്ടും അവഗണിച്ചു. തൃശൂരിലെ ബി.ജെ.പി. ഓഫീസിൽ 6 ചാക്കിൽ 9 കോടി രൂപയുടെ കുഴൽപ്പണം എത്തിച്ചെന്ന് വെളിപ്പെടുത്തിയ ബി.ജെ.പി. തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമില്ല. സതീശന്റെ വെളിപ്പെടുത്തലിലാണ് സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രന്റെ അറിവോടെയാണ് കുഴൽപ്പണ ഇടപാട് നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ബി.ജെ.പി. സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശൻ, സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർ ധർമ്മരാജൻ വഴി 53.4 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പണം എത്തിച്ചതായും സേലത്ത് 4 കോടിയും കൊടകരയിൽ 3.5 കോടിയും കവർച്ച ചെയ്തതായും പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട്. കവർച്ചാ സംഘത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സുരേന്ദ്രനടക്കമുള്ള ബി.ജെ.പി. നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. കള്ളപ്പണ കേസുകൾ അന്വേഷിക്കാൻ പോലീസിന് അധികാരമില്ലാത്തതിനാലാണ് കുറ്റപത്രമടക്കം ഇഡിക്കും ആദായ നികുതി വകുപ്പിനും കൈമാറിയത്. കേസെടുത്ത് 4 വർഷം തികയാനിരിക്കെയാണ് ഇഡിയുടെ കുറ്റപത്ര സമർപ്പണം. 3.5 വർഷം കഴിഞ്ഞിട്ടും നടപടികളിലേക്ക് കടക്കാതിരുന്നപ്പോൾ ഇഡിയെ പലതവണ ഹൈക്കോടതി ശാസിച്ചിരുന്നു. ആലപ്പുഴയിൽ തിരുവിതാംകൂർ പാലസിന്റെ വസ്തു വാങ്ങാൻ ഡ്രൈവർ ഷംജീറിന്റെ കയ്യിൽ ധർമ്മരാജ് കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് ഇഡി കേസ്. ബി.ജെ.പി. അനുഭാവിയും ബംഗളൂരുവിൽ വ്യവസായിയുമായ ധർമ്മരാജൻ കുഴൽപ്പണ ഇടപാടുകളിലെ ഏജന്റായും പ്രവർത്തിച്ചിരുന്നു. കേസിൽ 23 പ്രതികളാണ് ഉള്ളത്.